ഒരു ദരിദ്ര കർഷക കുടുംബത്തിൽ ജനിച്ചവനാണ് ഇസിദോർ. അദ്ദേഹം ഒരു ധനവാനായ കർഷകന്റെ കൃഷിയിടത്തിൽ കൃഷി ചെയ്യുക, അതാണ് ജോലി. പ്രതിവർഷം അദ്ദേഹത്തിന് വേതനം കിട്ടും. പണിയെല്ലാം എളുപ്പത്തിൽ തീർത്തിട്ട് ദിവസം 1-2 കുർബാനകളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം പോകും. അയൽക്കാരനായ മറ്റൊരു മനുഷ്യൻ ഇത് കണ്ടു. ഇവൻ വലിയ പുണ്യാളനായിട്ട് ദിവസം 2-3 കുർബാനയ്ക്കൊക്കെ പോണു. ഈ അസൂയ പൂണ്ട അയൽക്കാരൻ എന്ത് ചെയ്യുന്നറിയാമോ? യജമാനന്റെ അടുത്ത് പറഞ്ഞു, നിന്റെ പണിക്കാരൻ ഇസിദോർ ഉണ്ടല്ലോ, അവന് പണിയോട് ആത്മാർത്ഥതയൊന്നുമില്ല. അവൻ പള്ളിയിലെന്നും പറഞ്ഞ് കുർബാനയ്ക്കെന്നും പറഞ്ഞ് 2-3 ഒക്കെ ആയിട്ട് ദിവസം പോകുന്നുണ്ട്. അവൻ പണിയിൽ ഉഴപ്പാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒരു ദിവസം ഈ യജമാനൻ വന്നിട്ട് ഇസിദോറിനെ വന്നിട്ട് ശകാരിക്കുക. വല്ലാതെ ദേഷ്യപ്പെട്ടു. ശകാരിച്ചു കഴിഞ്ഞപ്പോ ഇസിദോർ ഉത്തരം പറഞ്ഞാണെന്നറിയാമോ? യജമാന, ഈ വർഷത്തെ കൊയ്ത്ത് കഴിയുന്ന സമയത്ത് എന്റെ അശ്രദ്ധ കൊണ്ട് കൃഷിയിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ വേതനത്തിൽ നിന്ന് അത് പിടിച്ചെടുത്തോളുക. എന്നിട്ട് ഇസിദോർ പിന്നെയും തന്റെ പഴയ രീതി തുടരാൻ തുടങ്ങി. എളുപ്പത്തിൽ പണികളെല്ലാം തീർക്കും. ദിവസം 2-3 കുർബാനയ്ക്ക് പോകും. എന്നിട്ട് ഒരു ദിവസം ഇസിദോർ ഇങ്ങനെ കുർബാനയ്ക്ക് ദേവാലയത്തിൽ പോയിട്ട് കുർബാന കഴിഞ്ഞ് വന്ന് കൃഷിയിടത്തിൽ പണിക്ക് വേണ്ടി ഇറങ്ങുക. അപ്പൊ ഈ യജമാനൻ വന്നിട്ട് ഇവനെന്താണ് കാണിക്കണേന്ന് അറിയാൻ വേണ്ടി പണിസ്ഥലത്തിന് അടുത്തുള്ള ഒരു പാറക്കെട്ടിന്റെ പുറകില് ഈ യജമാനൻ ഒളിച്ചു നിന്നു. അപ്പൊ ഇസിദോർ പള്ളിയിൽ പോയിട്ട് വന്ന് വയലിലേക്ക് ഇറങ്ങി പണിയെടുക്കാൻ തുടങ്ങുക. ഈ യജമാനൻ പാറക്കെട്ടിന്റെ പുറകിലിരുന്ന് ഒളിച്ചു നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? ഇസിദോർ ഈ പാടത്തിൽ പണിയെടുക്കുമ്പോ ഇസിദോറിന്റെ ഇടത്തും വലത്തുമായിട്ട് 2 ചെറുപ്പക്കാര് വെള്ള നിറത്തിലുള്ള കാളകളെ കൊണ്ട് വയല് പൂട്ടിക്കൊണ്ടിരിക്കുകയാ. അപ്പോ പെട്ടെന്ന് യജമാനൻ പാറക്കെട്ടിന്റെ പുറകിൽ നിന്ന് ഓടി വയലിലേക്ക് വന്നു. വയലിലേക്ക് ഇറങ്ങി വന്നപ്പോ ആ ചെറുപ്പക്കാരെ കാണാനുമില്ല. അപ്പൊ ഇസിദോറിനോട് ചോദിച്ചു. ഇസിദോറിന് ഒരു മറുപടി ഇല്ല, ചെറിയൊരു പുഞ്ചിരി മാത്രം. പരിശുദ്ധ കുർബാനയോട് ചേർന്നിരുന്നിട്ട് തന്റെ കാര്യങ്ങളെ ക്രമീകരിച്ചപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ദൈവദൂതന്മാർ ഇറങ്ങി വന്ന് 2 ജോഡി കാളകളെ കൊണ്ട് അവൻ പണിയെടുക്കുമ്പോ കൂടെ നടന്ന് പണിയെടുക്കുന്നു. അതിനെ വിശ്വസിച്ചോട്ടോ. ഇത് ഏതോ ഒരു വിശുദ്ധന് ഏതോ ഒരു നൂറ്റാണ്ടിൽ നടന്ന ഒരു അത്ഭുതമായിട്ട് നിങ്ങൾ കരുതണ്ട. പരിശുദ്ധ കുർബാനയെ, കുംഭസാരത്തെ, ദൈവവചനത്തെ, ആത്മീയ കാര്യങ്ങളെ ഗൗരവമായിട്ട് എടുക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിത വഴികളിൽ ദൈവം ഇറങ്ങി വരുന്നത് നിങ്ങൾ കാണും.